ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് 57. നമ്മൾ പവമാന പർവ്വത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ ഖണ്ഡമാണ്. ഇതിലെ മന്ത്രങ്ങളാണ് നോക്കുന്നത്. ഇത് സോമത്തെ പറ്റിയുള്ളതാണ്. പൊതുവെ സോമം എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് എന്ന അർത്ഥത്തിലാണ് എടുക്കേണ്ടത്. ഇൻപുട്ട് എന്ന് പറയുമ്പോൾ നമ്മളൊരു വസ്തു കൊടുത്തിട്ടാണ് ഔട്ട്പുട്ട് ഉണ്ടാക്കുക. ചോറുണ്ടാക്കേണ്ടിക്ക് അരിയും വെള്ളവും കൊടുക്കണം. അതിനാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അതിനാണ് സോമം എന്ന് പറയുന്നത്. അത് ശുദ്ധമായ രൂപത്തിലുള്ള സത്ത. ചോറുണ്ടാക്കേണ്ട സത്ത അരി തന്നെയാണ്. അരിയും ജലവുമാണ്. ഇവിടെ സോമം എന്ന് പറയുന്നതിന് ഈ മന്ത്രങ്ങളിലെല്ലാം മഴ പെയ്യ്ക്കുന്നതിന് വേണ്ടി, കൃത്രിമമായിട്ട് മഴ പെയ്യ്ക്കുന്നതിന് വേണ്ടി സോമയാഗങ്ങളിൽ ഉപയോഗിക്കുന്ന ആ നീരിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇതിലധികം പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ളതുമുണ്ട്. അപ്പം നമുക്ക് ഓരോന്നിലേക്ക് കിടക്കാം. 553 പറയുകയാണ്, ജഗത്തെ നിലനിർത്തുന്ന ജലം. ഈ പ്രപഞ്ചം നിലനിൽക്കണമെങ്കിൽ ജലമുണ്ട്. ജലത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത്. ജീവജാലങ്ങളെല്ലാം ഉണ്ടാകണമെങ്കിൽ ജലം ആവശ്യമാണ്. അപ്പോൾ ജഗത്തിനെ നിലനിർത്തുന്നത് ജലമാണ്. സോമത്തിൻ്റെ പ്രേരണയാൽ വ്യാപിച്ച്, സോമത്തിൻ്റെ പ്രേരണയാൽ. അപ്പം നമ്മൾ ഈ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ആ സോമം, ചെടികളിൽ നിന്നെടുക്കുന്ന നീര് ശുദ്ധീകരിക്കുമ്പോൾ ജലവും ചേർത്തിട്ടാണ് അരിച്ചെടുക്കുന്നത്. അപ്പം ജലം ചേർക്കുമ്പോൾ ആ ജലത്തിൽ ഉള്ള സോമത്തിൻ്റെ പ്രേരണയാൽ എന്ത് പറ്റും? അത് വിഘടിച്ചിട്ട് ജലം അതിനെ വിഘടിച്ച് നിർത്താൻ സഹായിക്കും. എന്നിട്ട് അത് ആകാശത്തിലേക്ക് ഉയരുമ്പോൾ അവിടെ യോജിപ്പിക്കുന്നത് മേഘങ്ങളെയാണ്. ജലമേഘങ്ങളെ. മേഘങ്ങൾ എന്ന് പറഞ്ഞാൽ ജലത്തിൻ്റെ കണങ്ങളുള്ളതാണ്, ചാർജുള്ള കണങ്ങളാണ്. അവയാണ് യോജിപ്പിക്കുന്നത്. അപ്പം സോമത്തിൻ്റെ പ്രേരണയാൽ പ്രേരിപ്പിച്ചിട്ട് ഈ നീരാണ് ജലങ്ങളെ കൂടി യോജിപ്പിക്കാനെല്ലാം പ്രേരിപ്പിക്കുന്നത്. ഇവിടെ സോമത്തെ വിഘടിപ്പിച്ച് നിർത്തുന്നത് ജലമാണ്. അപ്പം സൂര്യശക്തികൾ മുകളിലേക്ക് സഞ്ചരിക്കുന്നു. സൂര്യൻ്റെ ആകർഷണം കൊണ്ട് തന്നെയാണ് ഈ അഗ്നിയിൽ അർപ്പിക്കുന്നതെല്ലാം മുകളിലേക്ക് ഉയരുന്നത്. ജലം സോമത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്നു. ഈ സോമം സാധാരണ നീരിൽ അത്ര ശക്തിയല്ല. പക്ഷേ ജലവും ചേർത്തിട്ട് ഇടിച്ചിട്ട് നീരെടുത്തിട്ട് ജലവും പാലുമായിട്ടെല്ലാം മിശ്രിതമാക്കുമ്പോഴാണ് അത് വിഘടിച്ച് ആറ്റത്തിൻ്റെ ഫോമിലേക്ക് വരുന്നത്. ഇപ്പം വെള്ളം ന്യൂട്രലാണ്. അതിനെ വിഘടിച്ച് കഴിഞ്ഞാൽ OH ആവും. OH എന്ന് പറയുന്നത് ആൽക്കഹോളാണ്. മറ്റേ മദ്യത്തിൻ്റെ എല്ലാം ഈ OH ഗ്രൂപ്പുള്ളതാണ്. അതുകൊണ്ടാണ് സോമത്തെ മദ്യം എന്ന് പറയാൻ കാരണം. മത്തുണ്ടാക്കുന്നതാണ്. യഥാർത്ഥത്തിൽ അത് ആൽക്കഹോളായിട്ട് വിഘടിക്കുന്നുണ്ട് ഈ മെറ്റീരിയൽ. ജലം വിഘടിച്ചാലും ഒന്ന് H+, അസിഡിക്കും, മറ്റേത് ആൽക്കഹോളിക് ഗ്രൂപ്പുമാണ്. അതുകൊണ്ടാണ് സോമം ആൽക്കഹോൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ദ്രൻ കള്ളു കുടിക്കുന്നതെന്നെല്ലാം കഥയിൽ അങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. ജലത്തിന് മനസ്സിലാക്കാൻ വേണ്ടി ആൽക്കഹോളുള്ള വസ്തുവാണ്. അങ്ങനെയാണ് സോമത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്നത്. ഇനി 554 പച്ച നിറത്തിലുള്ളതും പാപത്തെ നശിപ്പിക്കുന്നതുമായ സോമം. പച്ച നിറം ചെടികളിൽ നിന്ന് പിടിഞ്ഞെടുക്കുന്ന നീര് പച്ച നിറമാണ്. പാപത്തെ നശിപ്പിക്കുക. പാപം എന്ന് പറഞ്ഞാൽ നമ്മളെ കഷ്ടപ്പാട് ദൂരീകരിക്കുക. കഷ്ടപ്പാട് പോകുമ്പോൾ പാപം പോകും. കഷ്ടപ്പെടുമ്പോഴാണ് പാപി എന്ന് പറയുന്നത്. അപ്പം മഴയില്ലാതെ നല്ലോണം ചൂട് കൊണ്ട് പൊരിയുമ്പോൾ മഴ പെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് അയക്കുന്നത്. അപ്പം പച്ച നിറത്തിലുള്ള പാപത്തെ ഹരിക്കുന്ന സോമം സ്വയം ദേവന്മാരോടൊപ്പം യജ്ഞത്തിൽ പ്രവേശിക്കുന്നു. സ്വയം അത് തന്നെത്താണ് പ്രേരണയാണെന്ന് പോയിക്കോ ദേവന്മാരോടുകൂടി. ദേവന്മാരെന്ന് പറഞ്ഞാൽ അതോട് ചേർക്കുന്ന എല്ലാ വസ്തുക്കളും ദേവന്മാരാണ്.
അതായത് 33 ദേവതകളുണ്ട്. അപ്പം സോമത്തോട് ചേർക്കുന്ന വെള്ളവും ദേവതയാണ്, പാലും ദേവതയാണ്, അഗ്നിയിൽ അർപ്പിക്കുമ്പോൾ അഗ്നി ദേവതയാണ്. അപ്പം ദേവന്മാരോടൊപ്പം യജ്ഞത്തിൽ പ്രവേശിക്കുന്നു. നമ്മൾ അഗ്നിയിൽ അർപ്പിക്കുമ്പോൾ ആ യജ്ഞത്തിലേക്ക് അവ പ്രവേശിക്കുന്നു. നമ്മുടെ സ്തോത്രം ദേവന്മാരിലെത്തിക്കുന്നു. ഞങ്ങളുടെ സ്തോത്രം, അതായത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ, സ്തോത്രം എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ, ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് അർപ്പിക്കുന്നത്. ചെയ്യുന്നതിന് ചില സയൻസ് തത്വങ്ങളുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ചെയ്യണം. അതാണ് വേദത്തിൽ നിർദ്ദേശിക്കുന്ന വഴിയിൽ തന്നെ ചെയ്താലേ അത് സയൻസ് ആവുകയുള്ളൂ, സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ആവുകയുള്ളൂ, അപ്പോഴേ മഴ പെയ്യുകയുള്ളൂ. അതാണ് ഞങ്ങളുടെ സ്തോത്രം ദേവന്മാരിലെത്തുന്നു. യജ്ഞം ചെയ്യാതെ ശത്രുക്കൾക്ക് അന്നം ലഭിക്കാതെ വരുന്നു. യജ്ഞമൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അന്നം ലഭിക്കില്ല. ഏത് രാജ്യക്കാർ കൃത്രിമമായി മഴ പെയ്യുന്നു അവിടെ വരൾച്ചയെല്ലാം മാറിക്കിട്ടും, അവിടെ ചെടികളെല്ലാം നല്ലവണ്ണം വളരും, അന്നവും ലഭിക്കും. അല്ലാത്തവർ വെയിൽ കൊണ്ട് പൊരിയും. ഇനി 555, ഇന്ദ്രിയങ്ങളെ പോഷിപ്പിക്കുന്ന വജ്രസമാനമായ സോമമാണ് കലശത്തിൽ വീഴുന്നത്. ഇന്ദ്രിയങ്ങളെ പോഷിപ്പിക്കും. അതായത് നേരത്തെ ഞാൻ പറഞ്ഞത് വിഘടിച്ചിട്ട് ആൽക്കഹോൾ രൂപത്തിലാണ് വരുന്നത്. അതങ്ങ് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മത്തു അടിക്കും. അതായത് ആൽക്കഹോളിക് രൂപത്തിലാണ്, അതിനെ ഇടിച്ച് പിടിയുമ്പോൾ വജ്രസമാനമാവും. അപ്പം വളരെ ആക്റ്റീവായി തീരും. സോമമാണ് കലശത്തിൽ വീഴുന്നത്. അപ്പം നമ്മൾ കലശത്തിൽ ശേഖരിക്കുന്നത് ആൽക്കഹോളിക് രൂപത്തിൽ വിഘടിപ്പിച്ചുകൊണ്ടാണ്. അത് എല്ലാ നിലയും ഉന്നതിയെ പ്രാപിച്ചുകൊണ്ട് മുന്നിൽ സഞ്ചരിക്കും. അത് പിന്നെ വളരെ ശക്തിമത്തായിട്ട് ആകാശത്തിൽ മുന്നിൽ പോവും. എന്നിട്ട് എന്ത് ചെയ്യും? മേഘങ്ങളെ കൂടിച്ചേരാനുള്ള അവസരം ഒരുക്കും. ഇനി 556, അത് സൗഹൃദഭാവത്തിൽ സംസ്കാര പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ഇന്ദ്രൻ്റെ ഉദരത്തിൽ നിറയുന്നു. ഈ സോമം ഇന്ദ്രൻ കുടിക്കുകയാണ്. അതായത് ഏത് യജ്ഞങ്ങളും പൂർത്തീകരിക്കുന്നത് ഇന്ദ്രനാണ്. ആകാശത്തിലെ ചാർജുള്ള മേഘങ്ങളെ കൂടിച്ചേരുമ്പോൾ അവിടെ കൂടിച്ചേരാൻ പ്രവർത്തിക്കുന്ന പിന്നിലുള്ള ശക്തിക്കാണ് ഇന്ദ്രനെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സോമം അവിടെ എത്തുമ്പോൾ കൂടിച്ചേരാത്ത മേഘങ്ങളെ ഇന്ദ്രൻ പാടുപെട്ടാലും കൂടിച്ചേർന്ന് മഴ പെയ്യില്ല. അങ്ങനത്തെ അവസ്ഥയിലാണ് ഈ സോമം അവിടെ എത്തുന്നത്. അപ്പോൾ ഇന്ദ്രൻ അത് കുടിച്ചിട്ട് ശക്തിയായിട്ട് മേഘത്തെ യോജിപ്പിക്കുന്നു എന്ന നിലയിൽ പറയുന്നതായിട്ട് കണ്ടാൽ മതി. അതേസമയം ഈ സോമം അവിടെ എത്തുമ്പോൾ അവ കൂടിച്ചേരാൻ എളുപ്പത്തിൽ കൂടിച്ചേരും. അപ്പോൾ ഇന്ദ്രൻ എളുപ്പത്തിൽ കൂട്ടിച്ചേർക്കാൻ പറ്റും. അതുകൊണ്ട് ഇന്ദ്രൻ്റെ ഉദരത്തിൽ നിറയുന്നു. അതൊരു കവിഭാവനയിൽ പറയുന്നതായിട്ട് കണ്ടാൽ മതി. അത് ജലത്തോട് ലയിച്ചിട്ട് സഞ്ചരിക്കുന്നു. ജലത്തോട് കൂടി ചേർന്നിട്ടാണ് ഇത് സഞ്ചരിക്കുന്നത്. അപ്പം ഈ നീര് അതേപോലെ അങ്ങ് അയക്കുകയല്ല, ജലവും പാലുമെല്ലാമായിട്ട് മിക്സ് ചെയ്തിട്ട് ഡയല്യൂട്ട് ചെയ്തിട്ട് അയനൈസ്ഡ് ചെയ്തിട്ടാണ് അയക്കുന്നത്. അത് എല്ലാ തടസ്സങ്ങളെയും നീക്കി ദ്രോണകലശത്തിലെത്തുന്നു. എന്തെല്ലാം പ്രതിബന്ധങ്ങളുണ്ടോ അത് ചാർജായിട്ട് മാറി നിൽക്കണം. അതിനൊരു ടെൻഡൻസി ഉണ്ട്, കൂടിച്ചേരാനുള്ള ടെൻഡൻസി. അതിനാണ് തടസ്സങ്ങൾ എന്ന് പറയുന്നത്. ആ തടസ്സങ്ങളെല്ലാം മാറ്റിയിട്ട് വേണം അതിനെ ശേഖരിക്കാൻ. 557, ഋത്തിക്കുകളുടെ സ്തോത്രത്താൽ അത് ചെയ്യുന്നവർക്കാണ് വേദങ്ങൾ, ജ്ഞാനം, സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ യജ്ഞം ചെയ്യുന്നവർക്കാണ് ഋത്തിക്കുകൾ. മേൽനോട്ടം വഹിക്കുന്നവർക്ക് ഋത്തിക്കുകൾ എന്ന് പറയാം. അവരുടെ സ്തോത്രത്താൽ, ആ ശാസ്ത്രതത്വത്താൽ യോഗ്യമായി തീർന്ന രസരൂപമായ പച്ചസോമം, ഈ സോമം ചെടികളിൽ നിന്നെടുക്കുന്ന നീര് വളരെ യോഗ്യമായി തീരും, മഴ പെയ്ക്കാൻ പ്രാപ്തമായി തീരും. അന്തരീക്ഷത്തിൽ പരിശുദ്ധമായി എത്തുന്നു. അത് ശുദ്ധമായിട്ട് അന്തരീക്ഷത്തിലെത്തും. അങ്ങനെ അത് അന്തരീക്ഷത്തിലെ മേഘജലത്തിൽ പ്രവേശിക്കുന്നു. അങ്ങനെയാണ് അവിടെ അന്തരീക്ഷത്തിലുള്ള ജലത്തിൽ അത് പ്രവേശിക്കുന്നത്. ഇനി 558,
ജലത്തിൻ്റെ പ്രാണരൂപമായ സോമം, നമ്മുടെ ഉള്ളിലുള്ളതാണ് ആ സത്ത പ്രാണൻ. അതേപോലെ ജലത്തിലുള്ള പ്രാണനാണ് സോമം, അതിൻ്റെ അകത്തുള്ള നീര്, സസ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന നീര്. സ്തോത്രങ്ങളുടെ ലക്ഷ്യം സഫലമാക്കിക്കൊണ്ട് ആ ഉച്ചരിക്കുന്ന വേദമന്ത്രങ്ങൾ അല്ലെ സയൻസിൻ്റെ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ സയൻസ് തത്വത്തെ സഫലമാക്കിക്കൊണ്ട് ദിവസത്തിൻ്റെയും ഉഷസ്സിൻ്റെയും പ്രേരണയാൽ നമ്മൾ ദിവസങ്ങളിലാണ് ഇത് സാധാരണ അന്തരീക്ഷത്തിലേക്ക് സോമയാഗം നടത്തുക. പ്രേരണയാൽ ഇന്ദ്രഹൃദയത്തിൽ പ്രവേശിക്കുവാനുള്ള ആഗ്രഹത്തോടെ കലശത്തിലേക്ക് നേരെ വീഴും. ആദ്യം പിഴിഞ്ഞെടുക്കുമ്പോൾ ഇങ്ങനെ ആകാശത്ത് പോയിട്ട് ഇന്ദ്രൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സോമം പാത്രത്തിൽ വീഴുന്നത് എന്ന് കവിഭാവനയിൽ പറയുന്നതായിട്ട് കണ്ടാൽ മതി. അതായത് പിഴിഞ്ഞെടുക്കുന്നു, അത് ശുദ്ധമായ നിലയിൽ കലശത്തിൽ വീഴുന്നു. ഇത് ആർക്ക് വേണ്ടിയുള്ളതാണ്? അന്തരീക്ഷത്തിലെ ഇന്ദ്രന് വേണ്ടിയാണ്, മേഘങ്ങളെ തമ്മിൽ യോജിപ്പിക്കുക. ഇനി 559 ഈ കർമ്മത്തിനുള്ള സോമത്തിനായി 21 പശുക്കൾ പാൽ നൽകി. അപ്പോൾ 21 പശുക്കളുടെ പാല് വേണം ഒരു സോമയാഗം നടത്താൻ എന്ന നിലയിൽ ഇതിന് വേണമെങ്കിൽ എടുക്കാം. 21 എന്ന് പറഞ്ഞാൽ ഈ കൃത്യമൊന്നും വേണ്ട ആവശ്യമില്ല. അതായത് അത്രയും പാല്, കറവയം മുറ്റിയ ശരിക്ക് കിട്ടാത്ത കുറച്ച് പാല് കിട്ടുന്നതെന്നും 21 പശു ഒന്നും പോരാല്ലോ. അപ്പോൾ നല്ല ഗുണം തേടിയ ഒരു 21 പശുവിൻ്റെ പാലെങ്കിലും ഇതിനു വേണ്ടി ഉപയോഗിക്കണമെന്നർത്ഥം. ഈ യാഗകർമ്മത്തിനുള്ള സോമത്തിനായി 21 പശുക്കൾ പാൽ നൽകി. ഈ പാലിനാലും ജലത്തിനാലും യാഗത്തിൽ സോമം വളരുന്നു. ഈ പാലും ജലവും ചേർത്തിട്ടാണ് സോമത്തെ വളർത്തുന്നത്, അയനൈസ് ചെയ്യുന്നത്. അയൺസ് രൂപത്തിൽ അതിനെ മാറ്റി എടുക്കുന്നത്. ഇതുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ്. ഈ തത്വം തന്നെയാണ് പണ്ട് ചില മരുന്നുകളെല്ലാം പാല് തയക്കണം, തേന് തയക്കണം എന്നുള്ള, മുലപ്പാലിലെല്ലാം തയക്കണം പണ്ട് കാലത്ത്. ഇപ്പം ആയുർവേദക്കാർക്ക് അതിൻ്റെ എന്തുകൊണ്ടാണെന്നുള്ള കാര്യം പോലും അറിയില്ല. ഇപ്പം പൊടിച്ചിട്ടങ്ങ് കൊടുക്കുകയാണ്. പൊടിച്ചു കൊടുത്താൽ അയണമല്ല, അയണാണ്ടിക്കൽ തയക്കണം. തയക്കുമ്പോൾ ഇവ തമ്മിൽ വേർപെടും. ഉരക്കുമ്പോൾ സ്പാർക്ക് കണ്ടിട്ടില്ലേ? കല്ലുമ്മൽ കത്തി എടുത്ത് ഉരച്ചു നോക്കിയേ, ആറ്റങ്ങൾ വേർപെടുമ്പോൾ തീ വരും. തീ വരുന്നതെന്ന് പറഞ്ഞാൽ പ്ലസും മൈനസുമായി തീരുമ്പോഴാണ്, അവ കൂടിച്ചേരുമ്പോഴാണ് ഈ തീ വരുന്നത്, അല്ലെങ്കിൽ വേർപെടുമ്പോൾ. അപ്പോൾ ഉരക്കുമ്പോൾ വേർപെട്ട് കഴിഞ്ഞാൽ കൂടിച്ചേരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് അതിൻ്റെ കൂടെ മുലപ്പാലോ അതിന് യോജിച്ച വസ്തുവിൽ തയ്ക്കുന്നത്. അപ്പോൾ അത് അയണായിട്ട് മാറി നിൽക്കും, അയനൈസ് ചെയ്ത് നിൽക്കും. ഈ അയനൈസായ ഇതിന് ശരീരത്തിൽ വളരെ വേഗത്തിൽ ആക്ടിവേറ്റ് ചെയ്യും, പ്രവർത്തിക്കും. ഇതൊന്നും മനസ്സിലാക്കാതെ ഉരക്കുന്നത് അന്നത്തെ കാലം പൊടിക്കാൻ അറിയാതുകൊണ്ട് എന്നുള്ള എന്തോ ധാരണ വെച്ചിട്ടാണ് ഇപ്പം എല്ലാം പൊടിച്ചിട്ടാണ് മരുന്ന് കൊടുക്കുന്നത്. അതിന് ഗുണമില്ല. അയോൺസിനൊരു സ്വഭാവമാണ്, പൊടിക്ക്. വെള്ളത്തിനൊരു സ്വഭാവമാണ്. വെള്ളത്താണ് നമുക്ക് കുടിക്കാം. എന്നാൽ വെള്ളത്തെ വിഘടിച്ചിട്ട് OH ആക്കുകയാണല്ലോ. ഈ ആണെങ്കിലും നമ്മളെ ശരീരത്തിൽ കയറി അറ്റാക്ക് ചെയ്യും. ആറ്റം HOH, ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ കിട്ടിയാൽ നമ്മളെ ശരീരം തന്നെ പിടിച്ച് അറ്റാക്ക് ചെയ്യും. വെള്ളത്തിൻ്റെ സ്വഭാവമാണ്. OH എന്ന് പറഞ്ഞാൽ ആൽക്കഹോളാണ്, കള്ളിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ ഈ അയനൈസ് ചെയ്യുമ്പോൾ വലിയ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട്. ഇത് മനസ്സിലാക്കാതെയാണ് ഇന്ന് ആയുർവേദ ഡോക്ടർമാരെ പൊടിച്ചു കൊടുക്കുന്നത്. ഇന്നാലും മുലപ്പാൽ യോജിച്ചിട്ടൊന്നും പോകുന്ന പരിപാടിയൊന്നും ഇല്ല. കാരണം ശാസ്ത്രതത്വം അറിയില്ല. ഹോമിയോപ്പതിയുടെ തത്വം തന്നെ ഇങ്ങനെ പൊടിച്ച് വരുമ്പോൾ ആറ്റമൈസേഷനും. ഈ ആയുർവേദത്തിൽ ഈ തത്വം മനസ്സിലാക്കിയിരിക്ക തന്നെയായിരിക്കാം ഹോമിയോപ്പതിക്കാർ അതിനെ ആറ്റമൈസ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് ശക്തി കൂടുതലുണ്ട്. സാധാരണ വസ്തുവിൻ്റെ സ്വഭാവമല്ല ഇതിനുള്ളത്. ഉപ്പും ഹോമിയോപ്പതിയിൽ ഉപയോഗിക്കുന്നുണ്ട്, ആറ്റമൈസ് ചെയ്തിട്ട്. അതിന് പല രോഗങ്ങളെയും മാറ്റാനുള്ള കഴിവുണ്ട്.
നേരെ മറിച്ചോ സാധാരണ അതിനപ്പോൾ നമുക്ക് ചോദിക്കാം, ഈ ഉപ്പെപ്പവും നമ്മൾ തിന്നുന്നതല്ല, പിന്നെന്താ പ്രശ്നം, അതിന് എന്ത് ഗുണമുള്ളത്, യുക്തിവാദിക്ക് ചോദിക്കാം. എന്നാൽ സോഡിയം ക്ലോറൈഡ് ഉപ്പിനെ പൊളിച്ചു കഴിഞ്ഞാൽ സോഡിയം എന്ന് പറയുന്നത് ഭയങ്കരനാണ്, ക്ലോറിൻ എന്ന് പറയുന്നതും ഭയങ്കരനാണ്. അതിന് ശരീരത്തിൽ കയറി അങ്ങ് അറ്റാക്ക് ചെയ്താണ്, അതിനെ വിഘടിപ്പിച്ച് കഴിഞ്ഞാൽ അതിന് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ആറ്റോമൈസേഷൻ ചെയ്യുമ്പോൾ ആ വസ്തുവിൻ്റെ സ്വഭാവമല്ല അത് പ്രകടമാക്കുന്നത്, ആറ്റങ്ങളുടെ സ്വഭാവമാണ്. അത് ഹോമിയോപ്പതിയിലെ ആ ഹരിമാൻ എന്തോ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്, അത് ആയുർവേദത്തിൽ നിന്ന് മനസ്സിലാക്കിയതായിരിക്കാം. പക്ഷേ യുക്തിവാദികൾ വിചാരിക്കോ ഉപ്പാണ് ഈ കൊടുക്കുന്നത്, അത് കുറേ പൊടിച്ച് നേരെയാക്കിയിട്ട് കൊടുക്കുന്നത്. അത് പറയാം, കാരണം വിവരമില്ലാത്തതുകൊണ്ട്, ജ്ഞാനമില്ലാത്തതുകൊണ്ട്, അജ്ഞാനികളായതുകൊണ്ട് അതിന് ഉപ്പായി കാണുന്നു, അതിന് മാറ്റാനുള്ള കഴിവില്ല എന്ന് പറയുന്നു. പോട്ടെ. ഇനി 566 സോമം ഇന്ദ്രന് രസം പകരുമ്പോൾ രോഗങ്ങൾ അപകടകാരിയായ രാക്ഷസന്മാരെ അകറ്റുന്നു. അതാണ് ഇവിടെ പറയുന്നത്. സോമം ഇന്ദ്രന് രസം പകരുമ്പോൾ ആ രസരൂപത്തിൽ സോമം ആറ്റോമൈസ് ചെയ്ത് കഴിഞ്ഞാൽ രോഗങ്ങൾ അപകടകാരികളായ രാക്ഷസരെ അകറ്റുന്നത് പോലെ. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ആയുർവേദ മരുന്നോ ഹോമിയോപ്പതി മരുന്നും പാലിൽ ആയുർവേദക്കാർ പഞ്ചസാരയിലാണ്, പൊടിയിലാണ് എല്ലാം ഇത് ചേർത്ത് സ്പിരിറ്റിലെല്ലാം കൊടുക്കുന്നത്. ആയുർവേദം തേനിലും മുലപ്പാലിലും എല്ലാം. അപ്പോൾ അത് ആറ്റോമൈസ് ഫോമാണ്. അത് രോഗങ്ങൾ ഉണ്ടാക്കുന്ന രാക്ഷസരെ അകറ്റാനുള്ള കഴിവുണ്ട്. ഇന്ദ്രന് രസം വരുന്നതാണ്. ഇന്ദ്രനാണ് എല്ലാ പ്രവർത്തനത്തിലും രാസപ്രവർത്തനത്തിലും പങ്കെടുക്കുന്നത്. ഇന്ദ്രനാണ് അതിന് അവിടുത്തെ സൂപ്പർവൈസർ. മരുന്ന് നമ്മൾ കഴിക്കുമ്പോഴും മേഘങ്ങളെ യോജിപ്പിക്കുന്ന പ്രവൃത്തിയെ ഏകോപിപ്പിക്കുന്നത് ഇന്ദ്രനാണ്. അപ്പം ഈ ഇതാണ് ചെല്ലുമ്പോൾ അതിന് സഹായകരമായി തീരും. ഒരിക്കലും സോമത്തിൻ്റെ രസത്തിൽ മതിക്കരുത്. അതേസമയം സോമം ഇങ്ങനെ മഴ പെയ്യിക്കാൻ ഉപയോഗിക്കാം. പക്ഷേ ഈ മദ്യം എന്ന നിലയിൽ മതിക്കരുത് എന്ന് പറയുകയാണ്. ആ മദ്യം കഴിക്കരുത്. നമ്മൾ ഇന്ദ്രനെല്ലാം അങ്ങനെ സൂഹിച്ച് മദ്യം കഴിക്കുന്നു എന്നുള്ള അർത്ഥത്തിലെടുത്തിട്ട് നമ്മളും കയറിയിട്ട് കുടിക്കാൻ നിന്നേക്കരുത്. ആൽക്കഹോൾ OH ഗ്രൂപ്പാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ ഇതും മദ്യത്തിൻ്റെ സ്വഭാവമുണ്ട്. ഇന്ദ്രൻ കുടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ യഥാർത്ഥത്തിൽ അവിടെ സൂപ്പർവൈസറാണ്. അത് ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് മേഘങ്ങളെ യോജിപ്പിക്കുന്നു. കഥയിൽ വരുമ്പോൾ ഇന്ദ്രൻ കുടിച്ചിട്ട് മഴ പെയ്യിപ്പിക്കുന്നു എന്നെല്ലാം അങ്ങ് പറയും. നമ്മൾ കൊടുക്കുന്നതല്ല ഇന്ദ്രൻ എടുത്തിട്ട്, അതായത് അരിയും വെള്ളവും ചോറുണ്ടാക്കാൻ അരിയും വെള്ളവും കൊടുക്കുമ്പോൾ അരിയും വെള്ളവും ഇന്ദ്രൻ എടുക്കുന്നു, ഇത് നമുക്ക് ചോറ് തരുന്നു, അവൻ്റെ വയറ് നിറയുന്നു എന്നുള്ള കവിഭാവനയിൽ പറയുന്നതാണ്. ഒരേ സമയം കള്ളനും സത്യവുമാകരുത്. അതായത് നമ്മൾ സോമം നല്ലത് തന്നെയാണ്, മഴ പെയ്ക്കാൻ കൊള്ളാം, എന്നാൽ കുടിച്ചാൽ മത്താകും, കുടിച്ച് നടക്കരുത്. അതുകൊണ്ടാണ് ഒരേ സമയം സത്യവും കള്ളനുമാകരുത്. അത് കഴിക്കാൻ പാടില്ല, അത് മദ്യമാണ്, നമുക്ക് ദോഷമാണ്. ഈ യജ്ഞത്തിൽ സോമരസം നമുക്ക് ധനം നൽകട്ടെ. ഈ യജ്ഞത്തിലൂടെ നമ്മൾ എന്താണ് വേണ്ടത്? ധനം നേടണം. എങ്ങനെ? മഴ പെയ്യും, കൃഷി ഉണ്ടാകും, ധനം കിട്ടും. ഇനി 561 തിളങ്ങുന്ന പച്ച നിറമുള്ള സോമം ആഗ്രഹ നിവൃത്തിക്കായി ജലത്തോട് ചേരുമ്പോൾ ശബ്ദമുണ്ടാകും. അങ്ങനെ ഈ സോമത്തെ വിഘടിച്ച് അയനൈസ്ഡ് ഫോം ആകുമ്പോൾ ശബ്ദമുണ്ടാകും. ഏത്? ഇങ്ങനെ ജലത്തിലൂടെ വേർതിരിച്ചെടുക്കുമ്പോൾ ഇവ കൂടിച്ചേരുമ്പോൾ ഇത് ശബ്ദിക്കാൻ തുടങ്ങും. ഞാൻ നേരത്തെ പറഞ്ഞു, വരക്കുമ്പോൾ തീയെല്ലാം പറന്ന് കണ്ടിട്ടില്ലേ? വരക്കുമ്പോൾ ആറ്റങ്ങൾ വേർപെടുമ്പോൾ ചാർജായി മാറാം. അപ്പോൾ അത് പിന്നെയും കൂടിച്ചേരുമ്പോഴാണ് ഈ പൊട്ടലും ചീറ്റലും എല്ലാം ശബ്ദം കേൾക്കുന്നത്. അപ്പം അതേപോലെ ഇവിടെയും ഈ സോമം നീരുണ്ടാക്കുമ്പോൾ
സോമയാഗത്തിന് വേണ്ടി ഇത് അരിച്ചെടുക്കുന്ന സമയത്ത് പാത്രത്തിൽ വീഴുമ്പോൾ അത് ശബ്ദിക്കും. അത് കാരണം അയനൈസ് ആയതുകൊണ്ടാണ്. അത് പെണ്ണാടിൻ്റെ രോമത്തിലൂടെ അരിച്ചെടുക്കുന്നു. അപ്പോൾ അരിച്ചെടുക്കുമ്പോഴും സൂട്ടബിളായ വസ്തു ഉപയോഗിച്ചിട്ട് വേണം അരിച്ചെടുക്കാൻ, അല്ലെങ്കിൽ അത് കൂടിച്ചേർന്ന് കളയും. അപ്പോൾ പെണ്ണാടിൻ്റെ രോമമാണ് അരിക്കേണ്ടത്. അപ്പോഴാണ് അത് ശുദ്ധമായി വേർപെട്ട് കിടക്കുന്നത്. അപ്പോൾ അത് ജലത്തിൽ വ്യാപിക്കുന്നു. അപ്പോൾ അത് ജലത്തിൽ അയനൈസ്ഡ് ഫോമിൽ വ്യാപിച്ച് കിടക്കും. അതിനാണ് വെള്ളം ചേർക്കുന്നത്, അവ അകറ്റി മാറ്റാൻ വേണ്ടിയിട്ട്. 562 മധുരമുള്ള സോമം ഗോക്കൾ കിടാങ്ങൾക്ക് വേണ്ടി പാലൊടുക്കുന്നത് പോലെ, പശുക്കൾ കുട്ടികൾക്ക് പാല് ചുരത്തി കൊടുക്കും, അതുപോലെ മധുരമുള്ള സോമം പാത്രത്തിലേക്കും ഗ്രഹത്തിന് നേർക്കും ചെല്ലുന്നു. അതായത് ആകാശത്തിലേക്ക് ചെല്ലുകയാണ്. പാത്രത്തിൽ വീണിട്ട് പിന്നെ ആകാശത്തിലേക്ക് ചെല്ലുകയാണ്. അത് ഇന്ദ്രനുള്ളതാണ്. അവിടെ ഇന്ദ്രൻ അതെന്ത് ചെയ്യും? അതെടുത്തിട്ട് മേഘങ്ങളെ തമ്മിൽ എളുപ്പത്തിൽ യോജിപ്പിച്ച് മഴ പെയ്യിക്കും. 563 ഋതുക്കൾ സോമത്തെ പാലുമായി ചേർക്കുമ്പോൾ, ഋത്തിക്കുകൾ സോമത്തെ പാലുമായി ചേർക്കുന്നു. അതായത് ശാസ്ത്രം അറിയുന്ന, അല്ലെങ്കിൽ സാമവേദത്തിലെല്ലാം പറയുന്ന തരത്തിൽ ശരിയായ ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം മനസ്സിലാക്കിയവർ, സയൻസ് അറിയുന്നവർക്ക് ചെയ്താലേ ഇത് ശരിയാവുകയുള്ളൂ. പിടിക്കുമ്പോഴും പിടിയുമ്പോഴും അരിക്കുമ്പോഴും എല്ലാം അതിൻ്റേതായ ആ ഒരു രീതി ഫോളോ ചെയ്യണം. അങ്ങനെ സോമത്തെ പാലുമായി ചേർക്കുന്നു. അത് പല വിധത്തിൽ ചേർക്കുന്നുണ്ട്. അവിടെ പലതരത്തിൽ ചേർക്കപ്പെടുന്നുണ്ട്. പാലുമായിട്ട് ചേർക്കും, വെള്ളവുമായിട്ട് ചേർക്കും, പല രീതിയിൽ ചേർക്കാം. അങ്ങനെ ബലമുള്ള സോമത്തെ ദേവന്മാർ ആസ്വദിക്കുന്നു. അങ്ങനെയുള്ള ബലമുള്ള സോമത്തെയാണ് ദേവൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രനും ദേവനാണ്, മേഘങ്ങളും ദേവനാണ്. അവർ ആസ്വദിക്കുന്നു. എന്നിട്ട് മേഘമഴയെ പെരുന്നു. പശുവിൻ നെയ്യും പാലും ചേർക്കുന്നുണ്ട്. പശു നെയ്യും ഇതിന് വേണ്ടിയിട്ട് ചേർക്കുന്നുണ്ട്. രോമം അത് ശുദ്ധമാക്കുന്നു. ഇനി 564 മന്ത്രം. മന്ത്രത്താൽ ബലപ്പെടുത്തുന്ന സോമമാണ് എല്ലായിടവും വ്യാപിക്കുന്നത്. മന്ത്രത്താൽ, ശരിയായ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ബലപ്പെടുത്തുന്ന സോമം, അതായത് അയനൈസ്ഡ് രൂപത്തിലായിരിക്കണം സോമം. ഇടിച്ച് പിഴിഞ്ഞ് അരിച്ച് അയോണൈസ്ഡ് രൂപത്തിലായിരിക്കണം അതുള്ളത്. അത് എല്ലായിടവും വ്യാപിക്കുക, അതാണ് അന്തരീക്ഷത്തിൽ വ്യാപിക്കുക. അതുതന്നെയാണ് കുടിക്കുന്നവരുടെ അവയവങ്ങളെ പ്രാപിക്കുന്നത്. അതായത് ആൽക്കഹോൾ രൂപത്തിലുള്ളതാണ്. നമ്മൾ കുടിക്കാൻ മത്തുണ്ടാകുന്നതാണ് ആൽക്കഹോൾ കുടിച്ചാലാണ്. ആ അയനൈസ്ഡ് ആ ഒരു OH ഗ്രൂപ്പ് ഉള്ളതാണ്. എല്ലാത്തിനും മത്ത് നൽകില്ല. അത് നല്ല കർമ്മത്തിലൂന്നിയ യാഗം നിർവഹിച്ചുകൊണ്ട് പവിത്ര ധർമ്മം അനുഷ്ഠിക്കുന്നു. പവിത്രമായ ധർമ്മമാണ് അത് അനുഷ്ഠിക്കുക. എന്താണത്? മഴ പെയ്യിപ്പിച്ചു തരും. വരണ്ട് കിടക്കുന്ന ഭൂമിയിൽ നമ്മൾ ചൂട് കൊണ്ട് എരിവലി കൊള്ളുമ്പോൾ പവിത്രമായ കർമ്മം അത് ചെയ്തു തരും. നല്ലവണ്ണം മഴ പെയ്യും. ഇതെല്ലാം കെമിസ്ട്രി പഠിച്ചവർക്ക് പെട്ടെന്ന് മനസ്സിലാവും.